നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ മഹാരാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. ആഗോള രാജ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സാഗൂതം വീക്ഷിക്കുകയാണ്. കാരണം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള സ്ഥാനം തന്നെയാണ്. ഇങ്ങ് നമ്മുടെ കേരളത്തിലെ പോരാട്ടങ്ങളിൽ ആർക്കാണ് കൂടുതൽ കരുത്തെന്നും ആരൊക്കെ വലിയ വെല്ലുവിളി നേരിടുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം വോട്ടേഴ്സ് ചോയ്സ് 2024ലൂടെ. ഇന്ന് ഞങ്ങളോടൊപ്പം വിശിഷ്ടാതിഥികളായി എത്തിയിരിക്കുന്നു രാഷ്ട്രീയ നിരൂപകനും ഒപ്പം അധ്യാപകനുമായ ഫക്രുദ്ദീൻ അലി. കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ AR രാജീവും നമുക്കൊപ്പം ചേരുന്നു. ഒരിക്കൽ കൂടി സ്വാഗതം വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു കോഴിക്കോട് മണ്ഡലത്തെക്കുറിച്ച്. സാമൂതിരിയുടെ മണ്ണ്, പോരാട്ടങ്ങൾ ഏറെ കണ്ട ഈ മണ്ണിൽ സീറ്റ് നിലനിർത്തുവാനും ഒപ്പം തിരിച്ചു പിടിക്കുവാനുമുള്ള പോരാട്ടമാണ് UDFും LDFും തമ്മിൽ നടക്കാൻ പോകുന്നത്. കരുത്ത് തെളിയിക്കുവാൻ കളത്തിലുണ്ട് NDAയും. സൽക്കാരപ്രിയരുടെ നാട്, അതുപോലെ കലയും നാടകവും സിനിമയും ഒരുപോലെ സമന്വയിച്ച മണ്ണ്, സാഹിത്യ നഗരമെന്ന ഖ്യാതി. കോഴിക്കോട് പോരിനിക്കുറി വാശിയേറും. അതെ, കോഴിക്കോട് മണ്ഡലം ഇക്കുറി ഏത് വശത്തേക്കാണ് തിരിയുക നോക്കാം. എങ്ങനെയാണ് കോഴിക്കോട് മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാധ്യതകൾ കാണുന്നത്? നമ്മളെ മണ്ഡലമാണ്, നമുക്ക് അവിടെയാണ് വോട്ട്. അപ്പം നമ്മൾ ഈ വടകരനെ പറ്റി പറഞ്ഞ പോലെയാണ്. ബേസിക്കലി അതൊരു ഇടതുപക്ഷ മണ്ഡലമാണ്. അതെ, എനിക്ക് തോന്നുന്നു 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇടതുപക്ഷത്താണ്. അതായത് എൻ്റെ ബാലുശ്ശേരി പണ്ടത്തെ ബാലുശ്ശേരി അല്ല ഇപ്പോൾ, പണ്ടത്തെ കൊച്ചിയല്ല എന്നതുപോലെ. കാരണം 2019 ഡീലിമിറ്റേഷന് ശേഷം കൂരാച്ചുണ്ട്, ഉണ്ണികുളം, അങ്ങനെ UDFന് ലീഗിന് മുൻകൈയുള്ള കേരള കോൺഗ്രസിന് മുൻകൈയുള്ള 2 പഞ്ചായത്തുകൾ കൂടി ചേർന്നിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിലെ വോട്ടുകൾ കൂട്ടി നോക്കിയപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി UDFന് മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നിയമസഭ ഇലക്ഷനിൽ അവരുടെ സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ടോ മറ്റോ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു മാറ്റം വന്നതെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് അങ്ങോട്ട് പോയല്ലോ. അപ്പോൾ അതോടുകൂടി ഈ കുരാച്ചുണ്ടിലേക്കുള്ള ക്രിസ്ത്യൻ മലയോര മേഖലയിലെ വോട്ട് അത് LDFന് അഡീഷണൽ ആയി വന്നു. കുടിയേറ്റ കർഷകർ അത് എവിടെയാണെങ്കിലും, ഇപ്പോൾ മലയോര മേഖലയിലാണെങ്കിലും ഇങ്ങനെ നമ്മുടെ മധ്യ കേരളത്തിലാണെങ്കിലും അവർ കേരള കോൺഗ്രസിനൊപ്പം തന്നെയാണ്. അല്ല, അവർ കേരള കോൺഗ്രസിനൊപ്പം തന്നെ. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഈ കുടിയേറ്റ മേഖലയിൽ ഇവർ ആദ്യം എത്തുന്ന ഒരു പള്ളിയുടെ സഹായത്തോടു കൂടിയാണ്. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആ പള്ളിയിലെ അച്ഛനും ആളുകളുമാണ്. അവിടുന്ന് അവരെ വിദ്യാഭ്യാസം കൊടുക്കുന്നതും അതിനുശേഷം വിദേശത്ത് അവരെ പ്ലേസ് ചെയ്യുന്നതും കുടുംബത്തിലെ കാര്യം വിടുന്നതും. അപ്പം എല്ലായിടത്തും നല്ല ഇടയനാണ് ആ പള്ളിയിലെ അച്ഛൻ. ബാലുശ്ശേരിയിലും അതിപ്പോൾ കുരാച്ചുണ്ട് ആ മേഖലയിലാണ് പ്രധാനമായിട്ടുള്ളത്. ഞങ്ങളവിടെ ഇപ്പം എൻ്റെ ഗ്രാമത്തിലൊക്കെ ക്രിസ്ത്യാനികൾ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 100 ഉണ്ട്. ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്ത് ആകപ്പാടെ 3 ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞച്ചൻ, ബാബാൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അവർ കച്ചവടക്കാരെ, കോട്ടയംകാരായിരുന്നു. അവർ പിന്നെ അവിടെ വന്ന് സെറ്റ് ചെയ്തിട്ടുള്ള 3 അവർ ഇന്നും ജോസ്, കുഞ്ഞച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അവർ ഇന്നും അവർ കോൺഗ്രസ്സുകാർ തന്നെയാണ്. കേരള കോൺഗ്രസ് അല്ല, കോൺഗ്രസ്സുകാർ. അപ്പം ഈ മലയോര മേഖലയിലെ കേരള കോൺഗ്രസ് വോട്ട് LDFന് അനുകൂലമായിട്ട് ഇപ്പം വരും. അപ്പം ഏതാണ്ട് ഇപ്പോൾ പണ്ടത്തെ ബാലുശ്ശേരി പോലെ തന്നെ ആയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ നോക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിംസിൻ്റെ ഇടയിൽ നിന്ന് ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് പിണറായി വിജയനോടുള്ള സ്നേഹം, താല്പര്യം, AP സുന്നിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം. അപ്പോൾ ആ വോട്ടുകൾ പൊതുവേ LDFന് അനുകൂലമായിട്ടാണ് വരിക. അപ്പോൾ ഒന്നത്. പിന്നെ 2 എലത്തൂർ അതിന് ഒരുമിച്ചായിരുന്നു പണ്ട് ഈ 2 മണ്ഡലങ്ങൾ. എലത്തൂർ പുതിയവരുണ്ട്, അതും LDFൻ്റെ ഒരു കോട്ട എന്ന് പറയാവുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കോഴിക്കോട് നോർത്ത് ആൻഡ് സൗത്ത്. അതിൽ നോർത്ത് എന്ന് വെച്ചാൽ മുമ്പ് സുജനമാലൊക്കെ ജയിച്ചിരുന്നതാണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് കയ്യിലിരിപ്പുകൊണ്ടാണ് ആ മണ്ഡലം പോയി. പിന്നെ പ്രദീപ് കുമാർ വന്നു. പ്രദീപ് കുമാർ എല്ലാവർക്കും പ്രദീപേട്ടനാണല്ലോ, സ്വീകാര്യനാണ്. അപ്പോൾ പ്രദീപ് വന്നു. അതിനുശേഷം രഞ്ജിത്ത് വരുമെന്ന് കേട്ടു. പക്ഷേ രഞ്ജിത്ത് പിന്നെ ഒഴിവായി തോന്നുന്നു. അതിനുശേഷം ആണ് ഇയാളെ തോട്ടത്തിൽ രവീന്ദ്രൻ വന്നത്, അദ്ദേഹം വന്നു. അപ്പോൾ ഇപ്പോൾ അത് ഏതാണ്ട് ഒരു കൺസോളിഡേറ്റഡ് സീറ്റാണ് അവരുടെ. പിന്നെ സൗത്തിലാണ് ഈ പറയുന്ന ലീഗിന് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ തൊട്ട് മുമ്പ് മുനീറായിരുന്നു MLA. മുനീർ തോൽക്കുമെന്ന് തോന്നിയിട്ടായിരിക്കും ഇത്തവണ നമ്മുടെ മന്ത്രി ദേവർകോവിലാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു MLA. അത് കഴിഞ്ഞ് കൊടുവള്ളിയിലേക്കാണ് മുനീർ വന്നിപ്പോൾ മത്സരിച്ചത്. കൊടുവള്ളി എല്ലാ കാലഘട്ടത്തിലും UDFൻ്റെ ഒരു ശക്തമായ നെടുങ്കോട്ടയാണ്. ലീഗിൽ എന്താ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ലീഗ് വിമതനോ LDF അവിടെ ജയിക്കും. സാധാരണഗതിയിൽ അവിടെ UDFൻ്റെ ഒരു മേൽക്കൈയുള്ള മണ്ഡലമാണ്. പിന്നെ ഉള്ളത് കുന്നമംഗലമാണ്. കുന്നമംഗലം എന്ന് വെച്ചാൽ ഒരു ഫൈറ്റ് നടത്തിയ കോൺഗ്രസിന് കിട്ടാവുന്നതാണ്. അവിടെ KC അബൂക്കൊക്കെ ഒരുപാട് അവിടെ മത്സരിച്ചു. പക്ഷേ വിജയം തൊട്ടടുത്തെത്തും മാറും. സിദ്ദീഖ് ജയിക്കേണ്ടതായിരുന്നു. അപ്പോൾ സിദ്ദീഖിൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത കേസൊക്കെ വന്നു. അതുകൊണ്ട് നല്ല സിദ്ദീഖ് അന്ന് ജയിച്ചു കൊണ്ട്. പക്ഷേ ഇപ്പോൾ മുസ്ലിം വോട്ടിൽ വന്ന ഷിഫ്റ്റ് കൊണ്ട് LDFന് സ്ട്രോങ് മണ്ഡലം റഹീമാണ് അവിടെ ഇവരുടെ ലീഗിൽ നിന്ന് വന്നത്. അത് ലീഗിൽ നിന്ന് വന്ന റഹീമാണ്. ശശീന്ദ്രൻ വിഷയം അവിടെ ശശിയേട്ടനെ പറ്റി, ശശീന്ദ്രൻ നമ്മളൊക്കെ ഒരു ബന്ധുവിനെ പോലുള്ള ആളാണ്.
അതൊന്നും വലിയ രീതിയിൽ നമ്മുടെ ഇതല്ല, അദ്ദേഹത്തെ കുടിക്കതാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടതില്ല എന്നാണ് നമ്മളെ നാട്ടുകാരുടെ നിലപാട്. അത് ഭയങ്കര സപ്പോർട്ട് അദ്ദേഹത്തിന് അന്ന് അവിടെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് കോഴിക്കോട്ടെ അക്കാര്യത്തിലുള്ള നിലപാട്. അതെ. പിന്നെ ഈ പറയുന്ന പോലെ അത് അങ്ങനെ LDF സ്ട്രോങ് ആയ മണ്ഡലമാണ്. അന്ന് തോൽക്കാൻ പ്രധാനപ്പെട്ട കാരണം റിയാസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നതാണ്. റിയാസിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല. റിയാസ് നിങ്ങൾ ഈ അന്ന് പലരും പറഞ്ഞ പോലെ ഈ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന സ്ഥാനാർത്ഥിയൊന്നുമല്ല. ഞാൻ ക്രിസ്ത്യൻ കോളേജ് SFIയുടെ യൂണിറ്റ് ഉണ്ടായ സമയത്ത്, മാഗസിൻ എഡിറ്ററൊക്കെ ആയ സമയത്ത് അന്ന് റിയാസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി SFIയുടെ. അന്ന് തൊട്ടേ അതിന് മുമ്പേ ഫറൂഖ് കോളേജ് പഠിക്കുമ്പോൾ നല്ല സഖാവാണ് റിയാസ്. റിയാസിൻ്റെ വാപ്പ ഞങ്ങളവിടെ പഠിക്കുമ്പോൾ ഇദ്ദേഹം ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത്, ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയ സമയത്ത് സിറ്റി പോലീസ് കമ്മീഷണറാണ്. അപ്പോൾ മുസ്ലിംസിനിടെ ഒരു സിറ്റി പോലീസ് കമ്മീഷണറെ മകനൊക്കെ അന്ന് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നുള്ള ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം ഇന്ന് നടക്കും. ഇന്നിപ്പം മോഡീനെ പേടിച്ച് സകലവന്മാർക്കും കയറിയിരിക്കാനുള്ള ഒരു ഇറയായിട്ട് മാറിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുപോലെ അല്ല അന്നത്തെ കാലഘട്ടത്തിൽ. റിയാസ് നല്ല സഖാവാണ്. പക്ഷേ എന്താണ് ഇവിടെ ഈ അന്ന് വീരേന്ദ്രകുമാറിൻ്റെ കയ്യിൽ നിന്ന് ഈ സീറ്റ് പിടിച്ചിട്ട് റിയാസിന് കൊടുത്തോട് ഒരു മാതൃഭൂമി മലബാറിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒപ്പീനിയൻ മേക്കറാണ്. ഈ റിയാസ് അതോടുകൂടി ഫാരീസ് അബൂബക്കറിൻ്റെ ആളായി, അതുപോലത്തെ സകല തിന്മയുടെ ആളായി ചിത്രീകരിക്കപ്പെട്ടു. അതൊരു ഫാക്ടർ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റിയാസിന് അങ്ങനെ ഒരു ചിത്രം കൊടുത്തു. അപ്പോൾ രാഘവേട്ടൻ വയനാട് നോക്കിയായിരുന്നു, പക്ഷേ അദ്ദേഹം ഇവിടെ കോഴിക്കോട് വന്നു. രാഘവേട്ടന് ഒരു സൗമ്യനായിട്ടുള്ള ഒരു നായർ, വളരെ സൗമ്യനായിട്ടുള്ള ഒരു നായർ. അപ്പം റിയാസിനെ ചിത്രീകരിക്കുന്ന കഴുകനെ പോലെ ഈ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു കാരിക്കേച്ചർ അങ്ങ് ഉണ്ടാക്കി. പക്ഷെ അന്ന് ഈ 2009 രാഘവേട്ടനെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം. ഒരു കണ്ണൂരുകാരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, ഇവിടെ ആരും ഇല്ലേ എന്നുള്ളൊരു ചോദ്യം. അല്ല, അത് പണ്ട് കോൺഗ്രസ് എല്ലാ കാലത്തും ഉള്ളതല്ലേ. അത് നോക്കണ്ട, കോൺഗ്രസ് ആരെ കൊണ്ടുവന്നാലും. ഇപ്പം നമ്മൾ ഇവിടെ ഈ മണ്ഡലം ഉണ്ടല്ലോ, വീണ നായർ മത്സരിച്ച മുരളിയുടെ മണ്ഡലം വട്ടിയൂർക്കാവിൽ അവർ പറഞ്ഞ് ഞങ്ങളെ നാട്ടിലുള്ള സ്ഥാനാർത്ഥിയാണ്. അവസാനം വീണ അവരുടെ നാട്ടുകാരാണല്ലോ കൊടുത്ത്. അപ്പം പറഞ്ഞ് ഞങ്ങളെ വാർഡിലുള്ള സ്ഥാനാർത്ഥിയാണ്. എന്തോന്ന് അത്രയുള്ള അതിൻ്റെ കാര്യം. അപ്പോൾ രാഘവേട്ടൻ വന്ന സമയത്ത് ഇവർ ഭരിക്കാൻ നോക്കിയതുള്ളത് ശരിയാണ്. പക്ഷേ അതും രാഘവേട്ടൻ അനുകൂലമായി. രാഘവേട്ടൻ എപ്പോഴും സഹതാവ് അനുകൂലമാണ്. അപ്പോൾ ഒന്ന് കാരിക്കേച്ചറിങ് നടന്നു. രണ്ട്, അവിടെ റിയാസ് സ്ഥാനാർത്ഥി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ഫീൽ വന്നു. ഈ മുസ്ലിം സ്ഥാനാർത്ഥി എന്ന ഫീൽ സത്യം കോഴിക്കോട് 1-2 മണ്ഡലങ്ങളൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. റിയാസിന് അവിടെ മുസ്ലിം പോക്കറ്റുകൾ വോട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഭീകരമായിട്ട് ആർക്ക് അനുകൂലമായിട്ടൊന്നും രാഘവേട്ടന് വന്നു. അപ്പോൾ കോഴിക്കോട് തന്നെ ബാലുശ്ശേരി അന്ന് ഞങ്ങളെ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 13,000 വോട്ട് ഭൂരിപക്ഷം കിട്ടേണ്ട ഷൺമുഖദാസിന് ഏറ്റവും കുറഞ്ഞ് കിട്ടിയ സ്ഥലത്ത് റിയാസിന് കിട്ടിയ 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആ കാലഘട്ടം. ഈ വോട്ട് മഹാഭൂരിപക്ഷം മതി ഹിന്ദു വോട്ടാണ്. അപ്പോൾ അപ്പുറത്തൊരു ഹിന്ദു മുസ്ലിം എന്നുള്ള കൺസോൾട്ടേഷൻ നടന്നു എന്നുള്ളതാണ്. അതിന് റിയാസ് വില കൊടുക്കേണ്ടത്. എങ്കിലും ഒരു വളരെ ക്ലോസ് ഫൈറ്റ് ആയിരുന്നു. 1000 താഴെ വോട്ടിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതൊരു വളരെ ചെറിയ കാര്യമുള്ള ആർക്ക് വേണമെങ്കിലും ജയിക്കാവുന്ന പിന്നെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നപ്പം. പക്ഷെ രാഘവേട്ടൻ തോൽക്കുമെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അവിടെ. പക്ഷെ എന്ത് സംഭവിച്ചു? അവിടെയാണ് രാഘവേട്ടൻ പതുക്കെ ഒരു സൗമ്യനായി, ആളുകളുമായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടാക്കി. അപ്പോഴാണ് രാഘവേട്ടനായി മാറിയത്. പിന്നെ കോഴിക്കോടിൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ ഈ പറയുന്ന സാമൂതിരി ബേസിക്കലി കോഴിക്കോട്ട് തന്നെ അല്ല. സാമൂതിരി ബേസിക്കലി ഈ പറയുന്ന മഞ്ചേരിയോ ഇന്നത്തെ മലപ്പുറത്തിൻ്റെ ഭാഗ പ്രദേശത്താണ്. കോഴിക്കോട്ടുണ്ടായ രാജാവ് പോളത്തിരിനെ വടകരയൊക്കെ ഓടിച്ചിട്ടാണ് ഇങ്ങനെ ഈ രാജ്യം പിടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വന്ന ആളാണ് രാഘവേട്ടൻ. കണ്ണൂരിൽ നിന്ന് ഇപ്പം സാമൂതിരി അറിയപ്പെടുന്നത് കോഴിക്കോടിൻ്റെ പേരെന്നാണ്, രാഘവേട്ടൻ അറിയപ്പെടുന്നത് ഇപ്പം കോഴിക്കോടിൻ്റെ പേരിലാണ്. രാഘവേട്ടൻ എല്ലാ സ്ഥലത്തും പോകും. എല്ലാവരും ഒരു നല്ല ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നത് അദ്ദേഹം MP ആയിരുന്ന സമയത്താണ്, UPA ഭരിക്കുന്ന സമയത്താണ്. അദ്ദേഹം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തൊന്നുള്ളതല്ല, രാഘവേട്ടൻ്റെ സമയത്താണ് മാറ്റങ്ങൾ വന്നത്. സിറ്റീൻ്റെ മുഖച്ഛായ മാറുന്നു. കോഴിക്കോട് നിങ്ങൾ ഒരു 10 വർഷം മുമ്പ് പോയാൽ കാണുന്ന സ്കൈ ലൈൻ അല്ല ഇന്നത്തെ കോഴിക്കോട്. കംപ്ലീറ്റ്ലി രാഷ്ട്രീയത്തിന് അതീതമായൊരു റീച്ച് രാഘവേട്ടൻ. ഇന്നും രാഘവേട്ടന് എന്ത് എതിർപ്പുണ്ടായി കോൺഗ്രസ്സുകാർക്ക്. അങ്ങനെ രാഘവൻ നമ്മളെ പരിഗണിക്കുന്നില്ല, രാഘവൻ നമ്മൾ വിളിച്ചിട്ട് മറ്റേ ആളെ ഫോൺ എടുത്തു എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റ് കോൺഗ്രസ്സുകാർക്കേ ഉള്ളൂ. പുറത്ത് രാഘവേട്ടൻ്റെ ഒരു സ്വീകാര്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയം അവിടെ രാഘവേട്ടന് തിരിച്ചടിയാവുമോ? അല്ല, അവിടെ ഈ പാർട്ടി ഉണ്ടായിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് പാർട്ടി ഇല്ലയെന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ അവിടെ കോൺഗ്രസിൻ്റെ ഈ ഒരു സംഘടനാ സമയം 90-കളോടുകൂടി ഇല്ലാതായി എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ കോൺഗ്രസ് പാർട്ടി ഇല്ല. ഇപ്പോൾ ഇതൊരു വാസമാണ്, കോഴിക്കോട് കോൺഗ്രസ് പാർട്ടി ഇല്ല. പിന്നെ എങ്ങനെ രാഘവേട്ടന് വോട്ടിട്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ആളുകൾ അവിടെ വളരെ സജീവമായിട്ടുണ്ട്. CPM-നോട് വിരോധമുള്ള ആളുകളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു മണ്ഡലമാണ് കോഴിക്കോട്. പക്ഷേ ലോക്സഭാ സീറ്റ് ജയിക്കുന്നത് അവിടെ സ്ഥിരമായിട്ട് UDF ആണ്. പിന്നെ അത് ഈ കോൺഗ്രസിനപ്പുറം സ്ഥാനാർത്ഥിയും മണ്ഡലവുമായിട്ടൊരു പ്രണയം ഉണ്ടാവുകയും അവർ സ്ഥിരമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ ഒരു ഒരു പ്രതിഭാസമാണ്. അതിനൊരു ഉദാഹരണമാണ് ഈ രാഘവൻ. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം നോക്കിയാൽ
അദ്ദേഹത്തെ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം 16,000 വോട്ടിനാണ് ജയിച്ചത്. 830. അത് 800 പിന്നെ കൂടി. അതെ, ഫസ്റ്റ് 800 വോട്ട് റിയാസും തോൽപ്പിക്കുന്നത്. 800 വോട്ട്, പിന്നെ അത് 16,000, പിന്നെ അത് 84,000. ഇതെന്ന് പറഞ്ഞാൽ ലോക്സഭയിലെ വേണമെന്ന് ചോദിച്ചാൽ തോൽപ്പിക്കാവുന്ന ഒരു ഭൂരിപക്ഷമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിന്നെ മണ്ഡലത്തിന് ഇഷ്ടപ്പെട്ട ഒരു പ്രതിഭാസമായി മാറി. ഈ ഘടകങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കോഴിക്കോട് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് പിന്നെ വേണമെങ്കിൽ LDFന് സാധ്യമായ ഒരു കാര്യമാണ്. പക്ഷെ അത് പറ്റാതെ പോവുകയും ചെയ്യുന്നത് സ്ഥാനാർത്ഥി വളരെ നിർണായകമാണ്. സ്ഥാനാർത്ഥി വളരെ നിർണായകമാണ്. അപ്പോൾ ഇളമരം കരീമിന്റെ പേരും കരീം ഖാൻ നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ കരീം ഖാൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ, അങ്ങനെ കമ്മ്യൂണിസ്റ്റാണ്, പക്ക കമ്മ്യൂണിസ്റ്റാണ്. അത് നമ്മളെ ആളുകൾക്ക് അത്ര പിടിക്കില്ല. പിന്നെ കരീം ഖാണെങ്കിൽ മന്ത്രിയായി, MLA ആയി, മന്ത്രിയായി, ഇപ്പോൾ രാജ്യസഭയിലിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് വരും, അത് ഉള്ളിലൊരു നെഗറ്റീവ് വരും. ഇയാൾക്ക് മാറി തുടർന്ന് തോന്നും. ഈ ഒരു കാര്യം എന്തായാലും ശ്രീ MK രാഘവനും കഴിഞ്ഞ കുറേ നാളുകളായി മണ്ഡലത്തിലുണ്ട്. മണ്ഡലത്തിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെയും ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അദ്ദേഹം അവകാശവാദമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എന്ന് NDAയും പറയുന്നുണ്ട്. എങ്കിലും ഈ ഇത്രയും നാൾ രാഘവേട്ടനെ നെഞ്ചിലേറ്റിയവർ പെട്ടെന്ന് കൈയൊഴിയാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അതിൻ്റെ ഒരു സംഭവം ഞാൻ ചെറിയ മാർജിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ LDF വിചാരിച്ചാൽ കിട്ടാവുന്ന ഒരു 10-30,000 വോട്ട് മാർച്ചിൽ അവിടെ ജയിക്കാം. അതിപ്പം പുതിയ വോട്ടർമാർ ഒരുപാട് വരുമല്ലോ. രാഘവേട്ടൻ മനസ്സിലാക്കിയ ആളുകൾ പുതിയ വോട്ടർമാർ വെച്ചാൽ ഒരു ഹൈപ്പിനൊക്കെ. ഇപ്പം പയ്യന്മാരൊക്കെ ആണെങ്കിൽ ഒരു മുസ്ലിം പയ്യൻ എന്ന് പറയുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാരെ കൂടുതൽ വോട്ട് ചെയ്യും, പയ്യന്മാരുടെ കുറച്ചുകൂടി വോട്ട് കിട്ടും. അതിനൊപ്പം തന്നെ സംഘടനാ സംവിധാനം ചിലപ്പോൾ BJP സഹായിക്കും. പിന്നെ ഈ നേരിയ മാർജിൻ ആകുമ്പോൾ അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് അതിനെ സ്വാധീനിക്കും. അത് രാഘവേട്ടൻ കഴിഞ്ഞോണം ഗുണം ചെയ്തു. ഇവരെന്ത് രാഘവേട്ടൻ ഒരു പിന്നെ പെയ്ഡ് കൊടുക്കാൻ നോക്കി. രാഘവേട്ടൻ മീഡിയയുടെ മുന്നിൽ ഒരു ഒറ്റക്ക് അന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കോഴിക്കോട്ടെ നന്നായിട്ട് അറിയാം. കോഴിക്കോട്ടെ അറിയാമെന്നല്ല, ഈ ശശിയേട്ടൻ്റെ ഈ കേസിലൊന്നും അങ്ങനെ കുലുങ്ങിയ ആളുകളല്ല. ഈ കേസിൽ രാഘവേട്ടൻ അനുകൂലമായിട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുവരെ എനിക്ക് സംശയമായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. അല്ല, കുറച്ചുകൂടി ഒരു ധാർമ്മിക അതാണ് ഈ ഭൂരിപക്ഷം കുറവുള്ള സമയങ്ങളിൽ അപ്പോഴുണ്ടാകുന്ന ഇഷ്യൂസ്, വ്യാജ പ്രചരണങ്ങൾ, ഇമോഷണൽ ഇഷ്യൂസ്, ഇതൊക്കെ വളരെ പ്രധാനം. പക്ഷേ റിയാസിനെതിരുമായി. റിയാസ് അന്ന് പിന്നെ സ്ഥാനാർത്ഥിയ സമയത്ത് ഏതോ ഒരു വിങ് UDF തന്നെ ആയിരിക്കും, ഫാരിസ് അബൂബക്കറിൻ്റെ മരുവനാന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീടുകൾ മൊത്തം പോസ്റ്റർ കൊണ്ടുകൊടുത്തു. ഇത് CPM കൗണ്ടർ ചെയ്തു, അടിയായി. അതൊക്കെ ശരിയാണ്. പക്ഷെ അത് റിയാസിന് സാധാവല്ലേ, റിയാസിനെതിരായി. സത്യത്തിൽ റിയാസ് ഒരു രക്തസാക്ഷിയായിപ്പോയി ആ ഇലക്ഷനിൽ. ഈ പൊതുവിൽ ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബീച്ചിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ അത് എങ്ങനെയായിരിക്കും? ഇത് ഏതെങ്കിലും തരത്തിൽ പ്രചരണായുധമാക്കുമോ ആരെങ്കിലും? ബീച്ചിൽ ഏത് വിഷയം? ബീച്ചിൽ ചൂലെടുത്ത് വന്നവരെ ആക്രമിച്ച കാര്യവും അത് സത്യത്തിൽ UDF കൊണ്ടും ചെയ്യും, അല്ല LDF കൊണ്ടും ചെയ്യും. കാരണം ഇങ്ങനെ ഒരു ടീം വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ രാഘവേട്ടൻ ഉണ്ടാവില്ല. രാഘവേട്ടൻ ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ. DYFIക്കാർ SFIക്കാരൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ഹിന്ദുത്വവാദികൾ ഇവിടെയും പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേരെ നമുക്ക് വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് LDF ഗുണമാകാനാണ് സാധ്യത. പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ചാൽ മുസ്ലിം ഇമേജ് മാത്രമായി പോകുന്നത്. അപ്പോൾ റിയാസ് ആദ്യം വന്ന സമയത്ത് റിയാസ് ആരാന്ന് എനിക്ക് ഒരു പക്ഷേ ബാലുശ്ശേരി യോജന റിയാസ് ആരാന്ന് പറയുന്നത് എന്നെ പോലെ 10-20 ആൾക്കാരിക്കും. ബാക്കി ആർക്കും റിയാസ് ആരാന്ന് അറിയില്ല. കെട്ടി എന്നല്ല ഒരു അമൂൽ ബോയിയാണ് പിന്നെ ഇറക്കി വിട്ടെ. പക്ഷെ അതായിരുന്നില്ല റിയാസ്. പക്ഷേ അപ്പോൾ സത്യത്തിൽ വസീഫിനെക്കാട്ടും നല്ല സഹമാണ് റിയാസ്. പക്ഷെ ആ സമയത്ത് എല്ലാ റിയാസിനെതിരായി മാറി എന്നുള്ളതാണ്. പക്ഷേ വസീഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്തരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ശക്തി തെളിയിക്കാൻ NDAയും ഉണ്ടെന്നാണ്. NDAക്ക് ഭാവിയിൽ നല്ല സാധ്യതയുള്ളൊരു സീറ്റാണ്. അവർ ബാലുശ്ശേരി അവർ രണ്ടേ കോഴിക്കോട് അവർ പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കുന്ന സീറ്റാണ്. മാത്രമല്ല അവിടെ പ്രധാന 2 മുസ്ലിംസും ഹിന്ദുക്കളേ ഉള്ളൂ. ഹിന്ദുക്കളുള്ള ഹിന്ദുസിൽ നായരാണെങ്കിലും ഏവരാണെങ്കിലും സാമ്പത്തികമായിട്ട് ഭയങ്കര പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. കാരണം വെച്ചാൽ അവർക്ക് ഗൾഫ് പണത്തിൻ്റെ സ്വാധീനം അധികം വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അത് പണ്ടത്തെ ആളുകളുടെ ഇടയിൽ ഇതൊന്നും കമ്മ്യൂണലായിട്ടൊന്നും മാറില്ല. പക്ഷേ ഇപ്പോൾ പിള്ളേർ നോക്കുമ്പോൾ വെച്ചാൽ മുസ്ലിം വീടുകളെല്ലാം 1-2 വണ്ടിയുണ്ട്, എല്ലാ ഹോട്ടലുകളും അവരുടേത്. സത്യത്തിൽ ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, ഇതൊന്നും പിള്ളേർ നോക്കില്ലല്ലോ. അപ്പോൾ അത് പിള്ളേർക്ക് എളുപ്പം പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്നല്ല അവരാലോചിക്കുള്ളൂ. അവർ നോക്കുമ്പോൾ മുസ്ലിംസ് ഇങ്ങനെ ഭയങ്കര റിച്ചായി പോകുന്നു. അപ്പം ഇപ്പോൾ മാത്രമല്ല ഈ ഓൺലൈനിലൊക്കെ കയറി ഹിന്ദുക്കളെ മൊത്തം മാന്തുന്ന ഒരു പരിപാടി പൊതുവേ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇപ്പം വലിയ പ്രശ്നം ഉണ്ടാക്കില്ലെന്നാണ്. കോഴിക്കോടിനൊരു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൾച്ചറൽ സിംബയോസിസിൻ്റെ ഒരു സ്വഭാവമുണ്ട്. പക്ഷേ കോഴിക്കോടിൻ്റെ അടുത്ത് തന്നെ നാദാപുരം ഭയങ്കര വർഗീയമായിട്ട് സെൻസിറ്റീവായ സ്ഥലമാണ്. കോഴിക്കോട് സിറ്റീൻ്റെ തൊട്ടടുത്തുള്ള മാറാട് 2 കലാപങ്ങൾ നടന്നതാണ്. അപ്പോൾ ഇതിന് പിന്നെ അതുപോലെ സാമൂതിരിയെ ഇയാൾ ആര് കുഞ്ഞാലി മരക്കാർ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ സാധനം ഹിന്ദു സവർണ്ണ ബോധത്തിൻ്റെ ഭാഗമായി സിറ്റിയിലുള്ള സ്ഥലമാണ്. എനിക്കിതൊക്കെ അറിയാവുന്ന. അതുപോലെ വട്ടക്കിണർ എന്നുള്ള ആ സ്ഥലത്ത് മുമ്പ് ഒരു വെടിവെപ്പ് ഉണ്ടായതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കോഴിക്കോടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ BJPക്കാർക്ക് ഒരുപക്ഷെ ഭാവിയിൽ
കോൺഗ്രസ് ഒന്ന് വീക്കായി കഴിഞ്ഞാൽ മലബാറിൽ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന സീറ്റാണ് കോഴിക്കോട്. ഈ ഒരു ഹിന്ദു വോട്ടിൻ്റെ ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഹിന്ദു വോട്ട് പരമാവധി സ്വന്തം പോക്കറ്റിലാക്കുക എന്നുള്ള ഒരു അല്ല, ഹിന്ദു വോട്ടിൻ്റെ ഒരു കൺസോൾട്ടേഷൻ പിന്നെ ഒരിടത്തും നടക്കത്തില്ല. വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യം. അത് ഉത്തരേന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു കൺസോൾട്ടേറ്റഡ് ആയിട്ട് ഹിന്ദു വോട്ട് ഒരിക്കലും വരില്ല. ഒന്നാമത് അതിനകത്ത് പാർട്ടി വോട്ടുകളുണ്ട്, പിന്നെ അപ്പോഴപ്പോഴുള്ള തീരുമാനത്തിൻ്റെ വോട്ടുകളുണ്ട്, അങ്ങനെയാണത്. അപ്പോൾ ഹിന്ദു വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ അല്ല, അത് നടന്നിരുന്നു. ഒന്നാമത്തെ തവണ രാഘവേട്ടൻ അനുകൂലമായി വന്നിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഡൈക്കോട്ടമി അങ്ങ് സൃഷ്ടിച്ചു പറ്റൂ. റിയാസ് എന്നുള്ള ഒരു വളരെ ഷൂഡായിട്ടുള്ള മുസ്ലിം, അന്ന് റിയാസിൻ്റെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഫോട്ടോയിലൊക്കെ പ്രശ്നം പറ്റി. ഒരു റിയാസിനെ കണ്ട് വലിയ കണ്ണുകളാണ്, ഒരു കഴുകൻ കണ്ണുപോലെയൊക്കെ തോന്നിപ്പിക്കും. രാഘവേട്ടനാണ് വളരെ സൗമ്യനായിട്ട് ഇങ്ങനെ വെക്കുന്ന ഒരു ഫോട്ടോ. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് മൊത്തം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലോ സംഭവം നടക്കുമ്പോൾ ഇതൊക്കെ ആളുകളെ സ്വാധീനിക്കും. അന്നൊരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്, അത് അന്നുണ്ടായിരുന്നു. അല്ല, ഈ BJP-യുടെ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു കഴിഞ്ഞ 1,61,000 വോട്ട് പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇപ്രാവശ്യം അതേ നല്ല ഞാനതാണ് പറഞ്ഞത്. എനിക്കറിയാലോ, ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ തന്നെ അവിടെ രണ്ടാമത്തെ പാർട്ടി BJP ആണ്. കോൺഗ്രസ് എന്ത് ചെയ്തു, മൊത്തം പതുക്കെ BJP ആയി മാറി. കോൺഗ്രസ്സുള്ള മുസ്ലിംസ് CPM-ലേക്കും പോയി. ഇതാണ് സംഭവം. ഇത് കോഴിക്കോട് വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതൊരു ഘട്ടം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോൺഗ്രസ് ഡെസിമേറ്റ് ചെയ്യും. കോഴിക്കോട്ടൊക്കെ കോൺഗ്രസ്സുകാർക്ക് പ്രശ്നമുണ്ട്. ഹിന്ദു അത് തീയനായാലും ഈഴവന്മാരെ പോലെ അല്ല തീയന്മാർ, വേറൊരു ടൈപ്പാണ്. തീയനാണെങ്കിലും നായരാണെങ്കിലും ഇവർക്ക് പരിധി കൂടുതൽ CPM-ന് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ ഈ പോക്കും നടപ്പും മസിലും അവർക്ക് പിടിക്കില്ല. അവർ CPM പോവില്ല, അവരെങ്ങോട്ടും BJP-യിൽ പോകും. ഇതേ പറഞ്ഞത് സുധാകരന് കണ്ണൂരുള്ള RSS ബന്ധം എന്ന് പറയുന്നത്. ഇത് ഭാവിയിൽ നടക്കാൻ സാധ്യത. കോഴിക്കോട് കോൺഗ്രസ് പാർട്ടി ഇല്ല. കമ്മിറ്റി സാധനങ്ങൾ പാർട്ടി ഫംഗ്ഷൻ ചെയ്യുന്ന പാർട്ടി അവിടെ ഇല്ല. എനിക്ക് വളരെ കൃത്യം, ഞാൻ ഒതൻറ്റിക്കായി പറയുന്നു, ആധികാരികമായി പറയുന്നു. കോഴിക്കോട് ഞാൻ സിദ്ദീഖിനോട് വന്നിട്ടുണ്ടല്ലോ പലപ്പോഴും, നീ എടാ നമുക്ക് ശരിയാക്കാന്നൊക്കെ പറയും. നമുക്ക് ശരിയാക്കാം, നിങ്ങളെ കാര്യങ്ങളൊക്കെ സഹായിച്ചല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഒന്നും നടന്നിട്ടില്ല, നടക്കുകയില്ല. കാരണം പൂർണ്ണമായി താഴെ തട്ടിൽ നിർജീവമായി പോയി. ആ ഒരു ദിവസം കൊണ്ടൊന്നും പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അതെ, ഇനിയും ഒരു വളരെ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഈ ദൗർബല്യങ്ങളെല്ലാം ഉണ്ട്. പാർട്ടി വീക്കാണ്, ഇതൊക്കെ അവർ കവർ ചെയ്യുന്നത് സ്ഥാനാർത്ഥി ജയിച്ചതെല്ലാം കവർ. അതെ അതെ, അത് ഞാൻ പറഞ്ഞത് അതൊരു സ്ഥാനാർത്ഥിയുടെ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു കഴിവാണ്. ആദ്യം കൺസോൾട്ടേഷൻ സഹായിച്ചു, പിന്നെ അദ്ദേഹത്തിന് ഇമേജ് സഹായിച്ചു. ഇതിൻ്റെ പുറത്തൊക്കെ പിന്നെ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ പുറത്തുള്ള വോട്ടുകളുടെ കൺസോൾട്ടേഷൻ. ഇനി BJP കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ കോഴിക്കോട് അതിൽ വളരെ പെട്ടെന്ന് തോറ്റു പോകും. രാഘവേട്ടന് കുറച്ച് ഈ BJP സ്വഭാവമുള്ള വോട്ടുകൾ കിട്ടും അവിടെ. അത് കൊടുക്കണ്ടെന്ന് ചിലപ്പം BJP അങ്ങ് തീരുമാനിച്ചതിന് രാഘവേട്ടൻ്റെ കാര്യം ബുദ്ധിമുട്ടാവും. അല്ലെ ഇനി വേണ്ട, അതില്ലാന്ന് ഞാൻ വിചാരിക്കുക. രാഘവേട്ടനെ തോൽപ്പിക്കാൻ BJP വിചാരിച്ച എളുപ്പമാണ്. അല്ല, 1,00,000 ചില വോട്ടുള്ള BJP-യെ സംബന്ധിച്ചിടത്തോളം 20,000 വോട്ട് മറച്ചു കൊടുത്താൽ 1,60,000. CPM പറഞ്ഞിട്ടല്ല, BJP-യുടെ സ്ട്രാറ്റജിയാണ്. അല്ല, വേറൊന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇപ്പം ഈ വീണ, റിയാസ്, പിണറായി, ഈ ഒരു വിഷയം റിയാസ് അവിടെ ഉള്ളത് കൊണ്ട്, അവിടത്തുകാരനായതുകൊണ്ട് ഈ ഒരു വിഷയം പൊതുവിൽ മറ്റെല്ലായിടത്തും ഉയർന്നു വരുന്നതിനേക്കാൾ സ്ട്രോങ് ആയി ഉയർന്നു വരാനുള്ള സാധ്യതയില്ല. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പരിശോധനയും അന്വേഷണവും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഈ പരിശോധനയും അന്വേഷണവും ഒന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിനെ അല്ലെങ്കിൽ ഒന്നും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിശോധന, അന്വേഷണം, ഇതൊക്കെ ഈ ഓരോ ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികളും ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടെങ്കിൽ ആരും സംശയിക്കത്തില്ല. നേരെ മറിച്ച് BJP-യുടെ അന്വേഷണ ഏജൻസികൾ BJP ഭരിക്കാത്ത സ്ഥലങ്ങളിൽ അന്വേഷണവും റെയ്ഡും ഒക്കെ നടത്തുന്നത് നമ്മൾ സംശയിക്കും. അപ്പോൾ ഈ അന്വേഷണത്തിനെയും ഇതൊക്കെ ചെയ്തവരെയും ഒക്കെ എല്ലാവരും ഇവർ പറയുന്ന കൂട്ടെല്ലാം അങ്ങ് വിഴുങ്ങത്തില്ല. ഇതിലൊക്കെ സംശയത്തോടു കൂടിയാണ് ആളുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിൻ്റെ എന്തെല്ലാം പ്രചരണങ്ങൾ നടന്നു. 100 സീറ്റ് CPM-ന് കിട്ടിയില്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത്, മറ്റേത് മറിച്ചത്, ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആളുകൾ അങ്ങ് തിരിച്ചോട്ട് ചെയ്യണം. അങ്ങനൊന്നും ആളുകൾ പിന്നെ പത്രങ്ങളിൽ വരുന്ന തൊട്ടോ പ്രചരിക്കുന്ന തൊട്ടോ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിനനുസരിച്ചോ അല്ല ജനങ്ങൾ ചിന്തിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വീണേനെ 2 തവണ സെൻട്രൽ ഏജൻസി ചോദ്യം ചെയ്താൽ LDF-ന് അവിടെ കൂടുതൽ വോട്ട് കിട്ടും. ഒരു സംശയമില്ലാത്തവർ മുസ്ലിം സഹതാപം വരും. ഓക്കെ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതുകൊണ്ടൊക്കെ ചില ഓളങ്ങളുണ്ടാക്കാം, ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ടാക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ ഒരുപക്ഷെ കഴിഞ്ഞ UPA-യിലെ അവരുടെ ഈ സ്പെക്ട്രം അഴിമതി ഇതെല്ലാം കൂടെ കൊണ്ടുവന്നൊരു ഓളം ഉണ്ടാക്കി അത്
BJP ക്യാഷ് ചെയ്തു. അത് BJP അത് കണ്ടിന്യൂസ് ആയി നിലനിർത്തിക്കൊണ്ട് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിന് സംഭവിച്ചാൽ അജിത് ഡോവലിനെ പിന്നെ IB-ന്ന് അങ്ങനെ പണി കൊടുത്ത് മാറ്റി, എക്സ്റ്റൻഷൻ കൊടുത്തില്ല. ഇന്ത്യ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച ഓഫീസറാണ് ഡോവൽ. മാത്രമല്ല ഡോവലിനെ ദാവൂദ് ഇബ്രാഹിമിനെ അയാളെ മോളെ കല്യാണത്തിന് വെടിവെച്ച് കൊല്ലാൻ ഡോവൽ പദ്ധതി ഇട്ട് അതിന് ഭാഗമായിട്ട് ആളുകളൊക്കെ കൂട്ടി വന്നപ്പോൾ ആ ചോട്ടാരാജൻ്റെ ആളുകളായിരുന്നു. അവരെ കൂടെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഭീകരവാദിയാക്കാൻ ശ്രമിച്ചു. ഡോവൽ അതോടുകൂടി എന്ത് ചെയ്തു, പോയിട്ട് വിവേകാനന്ദ ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഡോവലാണ് അണ്ണാ ഹസാരെ സമരത്തിന് പിന്നിൽ. ഡൽഹി റേപ്പ് കേസ് ഇത്രയും വലിയ സംഭവമായി മാറിയ ഡോവലാണ്. ഓരോ ലീക്കിൻ്റെയും പിന്നിൽ ഡോവലാണ്. ഡോവലിനെ തൊട്ടതാണ് സത്യത്തിൽ കോൺഗ്രസിന്. കാരണം കൺസിസ്റ്റൻ്റായി 4 വർഷം നമ്മൾ കാണുന്ന കുംഭകോണങ്ങളും പ്രശ്നങ്ങളും. അതിനുശേഷം ഡൽഹിയിൽ റേപ്പ് കേസ് ഉണ്ടായിട്ടില്ലേ? അതിന് ഇന്ത്യയിൽ വലിയ അഴിമതി ഉണ്ടായിട്ടില്ലേ? അഴിമതി കേസുകൾ പുറത്ത് വന്നിട്ടില്ലേ? ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടില്ല? ഒരു ഡോവൽ അതിൻ്റെ പിന്നിലില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു ശ്രദ്ധേയമായ പോരാട്ടമായിരിക്കും കോഴിക്കോട്ട് നടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊളിറ്റിക്കലി ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കലി അത് ഒരു 60% LDF-ൻ്റെ മണ്ഡലമാണ്, LDF-ൻ്റെ ആണ്. പിന്നെ രാഘവേട്ടൻ്റെ ഒരു കെയറോഫിലാണ് ഈ കഴിഞ്ഞ 2 തവണയും ജയിച്ചത്. ഇനി ഇത്തവണ രാഘവേട്ടനെ മറികടക്കുന്ന പറ്റുന്ന നല്ല സ്ഥാനാർത്ഥിനെ അവർക്ക് നിർത്തി കഴിഞ്ഞാൽ കുറച്ച് കമ്മ്യൂണൽ സാധനമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് കോഴിക്കോട് മണ്ഡലത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ജയപരാജയങ്ങൾ ഈ മണ്ഡലത്തിലും. എന്തായാലും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ കൈവിടാതെ പോരാടാൻ ഒരു വലിയ സാധ്യത അവിടെ, വലിയ സ്പേസ് അവിടെ ശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി MK രാഘവൻ ജയിക്കുന്നുണ്ട് എങ്കിലും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഫക്രുദ്ദീൻ അലി, അപ്പോൾ തന്നെ ശ്രീ AR രാജീവ്, ഇരുവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റൊരു മണ്ഡലവുമായി ഇനി അടുത്ത ദിവസം. നമസ്കാരം.